Hi dears, welcome back to Xylem Learning. It's me, Shahid Ranjan. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആൻസർക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവുകയാണ്, ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. സോ നിങ്ങൾ എഴുതിയ ആൻസറുകളൊക്കെ എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വന്ന് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ആദ്യമേ പറയട്ടെ, എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. സോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, പേഴ്സണലായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു കാര്യം ഉറപ്പാണ്, ആദ്യം മുതലേ പഠിച്ചു വന്ന കുട്ടിക്ക് എല്ലാവർക്കും ഈസി ആയിരിക്കും എക്സാം. സോ അത്തരത്തിൽ നിങ്ങൾ ആദ്യം മുതലേ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൈലം എക്സ്ട്രാ 3.0 എന്ന് പറയുന്ന ബാച്ച് ഓഫറോടുകൂടി ഇപ്പോൾ റൺ ചെയ്യുന്നത്. 10% ഓഫർ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. ഓഗസ്റ്റ് 23 വരെ ഈ ഓഫർ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എക്സ്ട്രാ 3.0 ബാച്ചിൽ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. സോ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IITകളും എയിംസുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സൈലം 2 ഇയർ പ്രീമിയം എൻട്രൻസ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് പഠിക്കാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സെപ്റ്റംബർ 13 നടക്കുന്ന നെക്സ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്യുക. ഒരു ഫീസ് പോലും നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ വേണ്ട. അത് കിട്ടിയാൽ നിങ്ങൾക്ക് 100% ഫ്രീ ആയിട്ട് തന്നെ സൈലം സ്കൂളുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ഈ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. സോ ഇപ്പോൾ തന്നെ QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. സോ ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 4 സെഷനുകളായിട്ടാണ് ഉള്ളത്. സോ ഓരോ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഈ കാണുന്ന ക്വസ്റ്റിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. ഇതിൽ നമുക്ക് 16 ആൻസർ കിട്ടാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ രണ്ടാമത്തെ ടേമിന്റെയും അഞ്ചാമത്തെ ടേമിന്റെയും സമ്മ് 17 ആണെങ്കിൽ, അതായത് 2 + 5 7, 3 + 4 7, അപ്പോൾ അതും 17 ആണെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് ആണ്. ആൻഡ് ഒരു സമാന്തര ശ്രേണിയിലെ അതിന്റെ പൊസിഷൻ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് മറ്റൊരു ടേമിന്റെ പൊസിഷൻ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതിന് ഈക്വൽ ആണ് എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. സോ രണ്ടും എന്താണ്, ശരിയാണ്. ഒന്നാമത്തേന്റെ കാരണമാണ് രണ്ടാമത്തേത്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് ഈസ് 2 is the reason. രണ്ടാമത്താണ് റീസൺ എന്ന് പറയുന്നത്. അടുത്ത കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വേർ ഈച്ച് ടേംസ് ലീവ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. 4 റിമൈൻഡർ വരണം 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പം 4, അടുത്തത് 10, അടുത്തത് 16. സോ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇവിടെ കൃത്യമായിട്ടൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. അത്ര എഴുതിയാൽ ആൻസറായി. നോക്കുക, ഈ കാണുന്നത് 14, 23, 32 ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് 108 ആവുമെന്ന് ചോദിച്ചാൽ ഒരു പണിയില്ല. 108നെ നിങ്ങൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 108 നമുക്ക് കൃത്യമായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10 ൽ 1, സോ 12 കിട്ടും. ഓക്കെ, സോ ഇതെന്താണ്? യെസ്, കറക്റ്റ് ആണ്. ഫൈൻഡ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്. ഇതിന്റെ 15th ടേം കാണാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ 15th ടേം എന്ന് പറയുന്നത് x15 = x1 + 14d ആണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 140 കിട്ടും. അടുത്തത് ഇതിന്റെ നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചത്. ഇതിന്റെ പൊസിഷൻ അഥവാ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ കാണുന്ന നമ്പറിന്റെ പൊസിഷൻ. വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് 230? അപ്പോൾ ഈ കാണുന്ന സമാന്തര ശ്രേണിയുടെ പൊസിഷൻ അഥവാ സ്ഥാനം കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ഥാനം ഈസ് ഈക്വൽ ടു xn - x1/d + 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ആണ് ഇതിന്റെ പൊസിഷൻ എന്ന് കിട്ടും. നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഈ കുറച്ചൊരു സ്പീഡിലാണ് പറഞ്ഞു പോവുക. ആൻസർക്ക് മാക്സിമം ഷോർട്ട് ആക്കേണ്ടതുണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ സൈലം SSLC എന്ന കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക. കൂടാതെ സൈലത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ സൈലം SSLC എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സൈലം ജൂനിയർ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ദ 4th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് 51, 6th ടേം 45 ആണ്. അപ്പോൾ 4ാമത്തെയും 6ാമത്തെയും ടേം തന്നിട്ടുണ്ട്. സോ അതിന്റെ നടുവത്തെ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ രണ്ടുകൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 45ഉം 51ഉം കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 96 കിട്ടും. അതിന്റെ പകുതി 48 ആണ് ഇതിന്റെ മിഡിൽ ടേം. What number is to be added 5th term to get the first term? 5th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. സോ 12 എന്ന് പറഞ്ഞ നമ്പർ ആഡ് ചെയ്യണം. +12 ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ കാണുന്ന ടേം കിട്ടുന്നത്. 5th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് പോകുന്ന സമയത്ത്. കാരണം കോമൺ ഡിഫറൻസ് ഇവിടെ മൈനസ് ആണ് വരുന്നത്. അതായത് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 3 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ. യെസ്, സോ ആദ്യത്തെ 3 ടേംസിന്റെ സമ്മ് കാണണമെങ്കിൽ കൃത്യമായിട്ട് അറിയാം. 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ കാണുന്ന ശ്രേണിയുടെ ആദ്യത്തെ 3 ടേംസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 60, 50, 54 എക്സെട്ര. സോ ഇതിൽ തന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ ഇത് ബി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും. അപ്പോൾ അതിൽ തന്നെ 5ൽ തന്നെ ബി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇത് സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 133 ആൻഡ് ഫസ്റ്റ് 14 ടേംസ് 511. ഇത് 4th ടേം എന്ത്, 11th ടേം എന്ത്, ഫസ്റ്റ് 3 ടേംസ് എന്ത്. മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. യെസ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 7 ടേംസിന്റെ സമ്മ് 133 ആണ്. ഇതാണ് ശരിക്കും 6ാമത്തെ വരുന്നത്. ഇത് 5 എയും ബിയും ആണ്. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ 7 ടേമിന്റെ സമ്മ് 133 ആണ്. ആദ്യത്തെ
അതിന് നമുക്ക് എന്ത് കിട്ടും? 7 ടേം ആണെങ്കിൽ മിഡിൽ ടേം കിട്ടും. 4ാമത്തെ ടേം ആണ് മിഡിൽ ടേം, അത് 19 ആണ്. ആദ്യത്തെ 14 ടേമിന്റെ സം 511 ആണ്. സോ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 14/2 ഇൻറ്റു x1 + x14 വെച്ചുകൊണ്ട് നമുക്ക് അതിന് ഈ കാണുന്ന പെയറിന്റെ ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 73 ആണ്. നമുക്കറിയാം ഈ പെയർ തന്നെയാണ് ഈ കാണുന്ന പെയറും. x4 + x11 സെയിം ആൻസർ ആണ് വരുന്നത്. സോ അതിന് നമുക്ക് എന്ത് കിട്ടും? x11 കിട്ടും. കാരണം x4ന്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, x11 54 ആണ്. സോ x4 19 നമുക്കറിയാം. അത് ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ആ കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസും എഴുതാം. അത്യാവശ്യം എഴുതാനുള്ള കുറച്ച് ബുദ്ധി ഉപയോഗിക്കുന്ന കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ് ആ കണ്ടത്. സോ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻസർക്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ 5B നമ്മൾ ചെയ്തു. ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടുണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5th ടേം 42, 8th ടേം 62, 2nd ടേം എന്ത് 40th ടേം എന്ത് ആദ്യത്തെ 18 ടേമിന്റെ സമ്മ്. അത് കുറച്ച് സിമ്പിളാണ്. ഇതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. നേരത്തെ 5ാമത്തെ ആണ് കേട്ടോ. 5Aയും Bയും ആണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കി. 6ാമത്തെ ടേമിൽ 5th ടേം തന്നിട്ടുണ്ട്, 8th ടേം തന്നിട്ടുണ്ട്. സോ ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസിന്റെ ആ ഒരു മെത്തേഡ് മനസ്സിലാക്കാൻ പറ്റും. 8ൽ നിന്ന് 5ലേക്ക് എത്താൻ 3D ആണ്, അല്ലെ 3ൽ നിന്ന് 5ലേക്ക് എത്താൻ 3D ആണ്. ഇപ്പോൾ നമ്മളെ വ്യത്യാസം 20 ആണ്. സോ 3D = 20. ഇത് കൂടാണ്, 5ൻ്റെതിനേക്കാൾ കൂടുതലാണ് 8ൻ്റെ. സോ 3D = +20 ആണ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ടേം കിട്ടണ എന്ത് ചെയ്താൽ മതി? 5ാമത്തെ ടേമിൽ നിന്ന് 3D കുറച്ചാൽ മതി. 42 3D കുറച്ചാൽ എന്ത് കിട്ടും? 42 - 20 22 കിട്ടും. 14ാമത്തെ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? 8ാമത്തെ ടേമിനോട് 6D കൂട്ടിയാൽ മതി. അപ്പോൾ 3D എന്ന് പറഞ്ഞാൽ 20, അപ്പോൾ 6D എന്ന് പറഞ്ഞാൽ 40. അപ്പം x8 62, 62 + 40 102. ആൻഡ് S18 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18/2 ഇൻറ്റു x1 + x18 ആണ്. നമുക്കറിയാം 1ഉം 18ഉം കൂട്ടിയാൽ 19 ആണ്. ആൻഡ് നമുക്കറിയാവുന്ന 14ഉം 5ഉം കൂട്ടിയാലും 19 ആണ്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമുക്ക് 14 + 5 കൊടുക്കാം. സോ അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന ആൻസർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. 9 × 144 ദാറ്റ് ഈസ് ഈക്വൽ ടു 1296 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മക്കളെ ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2nd ഡിഗ്രി അഥവാ 2ാം ഗതി എന്ന് പറയുന്ന ചോദ്യത്തിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സ്ക്വയറുകളാക്കണം. ഇങ്ങനെയുണ്ട്. സോ ഈ കാണുന്നതിനെ നിങ്ങൾ x എന്നെടുത്താൽ ഇത് x+2 ആയിരിക്കും. സോ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും? x² = 81. സോ x = 9 കിട്ടും. നമ്മൾ ചോദിച്ചത് ഈ കാണുന്ന ആൻസർ ആണ്. സോ 9 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ്റെ ഓൾജിബ്രൈക് ഫോം 5n + 2 ആണെങ്കിൽ 7 ആണ് ആൻസർ. ഈസി ആയിട്ട് കിട്ടും. അടുത്ത നോക്കാം. പ്രൂവ് ദാറ്റ് അരിത്മെറ്റിക് സീക്വൻസ് 6, 10, 14 etc. ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പെർഫെക്റ്റ് സ്ക്വയർ. ഇതിൽ ഒരു പൂർണ്ണവർഗ സംഖ്യ ഇല്ല എന്ന് തെളിയിക്കണം. നമുക്കറിയാം പൂർണ്ണവർഗ സംഖ്യ എന്ന് പറഞ്ഞാൽ n = 1 2 3 4 എന്ന് പറഞ്ഞാൽ n² ആണ്. സോ നമുക്കറിയാം ഒരു ടേം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യല്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പോൾ ഈ കാണുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആണ് ലാസ്റ്റ് ടേം, അതില്ലാന്നാ പ്രൂവ് ചെയ്യേണ്ടത്. സോ ആ n² ഇതിന്റെ ഫസ്റ്റ് ടേമിലേക്ക് കൊണ്ടുവരാം. ഒന്നെങ്കിൽ n² - 6 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4. അപ്പോൾ നമുക്കറിയാം n² - 6 ഒരിക്കലും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അല്ലെങ്കിൽ ഇതിന്റെ xn ഉപയോഗിക്കാം. n² - ഇതിന്റെ xn ഏത് ടേം ആയാലും മതി കേട്ടോ. ഇതിന്റെ xn കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുവാണെങ്കിൽ 4n + 2 എന്ന് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? n² - 4n + 2 ഡിവൈഡഡ് ബൈ 4. ഇത് നമുക്ക് ഒരിക്കലും ഡിവൈഡ് ബൈ 4. ഇത് നമുക്ക് ഒരിക്കലും എന്താക്കല്ല, n² 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഡീൻ്റെ മൾട്ടിപ്പിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ n² ആണ്. സോ n² - xn - x1 തിരിച്ചാണേ. xn ആയിട്ട് ലാസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ n² എടുക്കുന്നത്. സോ n² - 4n + 2 ഡിവൈഡഡ് ബൈ 4. n² - 4n + 4n - 2 ഡിവൈഡ് ബൈ 4. ഇത് പോസിബിൾ അല്ല, അതുകൊണ്ട് എന്തല്ല ടേം അല്ല എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി സെന്റൻസ് ആക്കിയിട്ട് കൊണ്ടും നിങ്ങൾക്ക് റിമൈൻഡർ വെച്ചുകൊണ്ടും ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഐഡിയ ഉള്ള പോലെ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 4. അപ്പോൾ ആദ്യത്തെ നമ്പർ x ആണെങ്കിൽ അടുത്തത് x + 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 672. ഓക്കെ, സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ 2nd ഡിഗ്രി ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ കാണുന്ന നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സോ 9ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദാറ്റ് ഈസ് ഈക്വൽ ടു 10ാമത്തെ ക്വസ്റ്റ്യൻ x × x + 4 = 672. സോ ആസ് യൂഷ്വൽ മെത്തേഡിൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 24 കിട്ടും. 10ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇതേപോലെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് 3n² + 2n ആണ്. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 + 2 ആണ്. 3 + 2 പറഞ്ഞാൽ 5 ആണ്. ഫസ്റ്റ് ടേം 5. വാട്ട് ഇസ് ദ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്? ആദ്യത്തെ 2 ടേമിന്റെ സം കാണാൻ n ന് 2 കൊടുത്താൽ മതി. 3 × 2² 12, 2 × 2 12 + 4 16 ആണ്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു 16 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 കിട്ടും.
നമുക്കറിയാം ഇതിൻ്റെ nth ടേം കാണാൻ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d ആണ്. d എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഡബിൾ 6n പ്ലസ് f മൈനസ് d 5 6 കുറച്ചാൽ -1. സോ ഇതാണ് ഇതിൻ്റെ xn. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, പ്രാക്ടീസ് ചെയ്യുക. ഇനി 11ാമത്തെ കഴിഞ്ഞ് 12ാമത്തെ ചോദ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിനെ ക്വസ്റ്റ്യൻ വരുന്നത് എ വെജിറ്റബിൾ ഗാർഡൻ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കിൾ ലാർജ് സൈഡ്. നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു വെജിറ്റബിൾ എന്താ പറയുക, പച്ചക്കറി തോട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് x+8 ഒരു സൈഡ് x ആണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ x × x+8 180 ആണ്. ആസ് യൂഷ്വൽ മെത്തേഡിൽ നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താ 10 18 കിട്ടും. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു സൈഡിനേക്കാൾ 2 സെൻറ്റിമീറ്റർ കൂടുതലാണ് രണ്ടാമത്തെ സൈഡ്. അപ്പോൾ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് ½ × x × x+2. അപ്പോൾ ആദ്യം നമ്മൾ ആ 2 അങ്ങോട്ട് കൊണ്ടാൽ എന്ത് കിട്ടി, 48 കിട്ടി. സോ x × x+2 എന്ന് പറഞ്ഞാൽ x² + 2x + 48. ആസ് യൂഷ്വൽ മെത്തേഡിൽ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു, 6 8 ആണ്. സോ അത് കഴിഞ്ഞിട്ട് 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. ഈ കാണുന്ന ക്വസ്റ്റ്യൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺസിഡർ ദി സീക്വൻസ് ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്ലസ് ആണ്. ഇത് കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാക്ട്ലി മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് 3 ഡിജിറ്റിൻ്റെ 7ൻ്റെ മൾട്ടിപ്പിൾ, ഏറ്റവും ആദ്യത്തെ ടേം 105 അവസാനത്തെ ടേം 996 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 996 വരും. എൻ്റെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 105, കാരണം നമ്മൾ 100 ആണ് ഏറ്റവും ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ. അതിനെ a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്, റിമൈൻഡർ 2 വരുന്നത്. പക്ഷേ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണം, എന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ റിമൈൻഡർ 0 ആവണമെങ്കിൽ ഈ കാണുന്ന 2 ഒഴിവാവണം. അപ്പോൾ ഒന്നുകിൽ 2 കുറയ്ക്കുക, 98 എന്ന് എഴുതാം. പക്ഷേ 98 3 ഡിജിറ്റ് അല്ല, എന്നിട്ട് 7 കൊണ്ട് ആഡ് ചെയ്താൽ മതി. 98 + 7 105, അല്ലെങ്കിൽ ഇതിനോട് 5 കൂട്ടി അത് റിമൈൻഡർ 0 ആയിട്ട് മാറും. സോ 100 + 5 105. അടുത്ത 999 നമ്മൾ ഇതേപോലെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്, റിമൈൻഡർ 5 ആണ്. ആ റിമൈൻഡർ 5 നമുക്ക് ഒഴിവാക്കണമെങ്കിൽ 5 കുറയ്ക്കണം. അപ്പോൾ 994 വരും. 994 ആണ് ലാസ്റ്റ് ടേം വരുന്നത്. സോ ഇതിൽ നിന്നും നമ്പർ ഓഫ് ടേംസ് കാണാൻ xn - x1/d + 1 128 കിട്ടും. ആൻഡ് ഈ കാണുന്ന സമ്മ് എന്ന് പറയുന്നത് S28. കുറച്ചധികം ചെയ്യാനുള്ളതാണ്, ടൈം ഇവിടെ ഒരുപാട് പോകാൻ ചാൻസ് ഉണ്ട്. 128/2 അത്രയും ടേംസ് ഉണ്ട് x1 + xn. സോ അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 70336 ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ അടക്കം നിങ്ങൾക്ക് PDF ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യുക. n × n+1/2 അത് ചെയ്താൽ നിങ്ങൾക്ക് 465 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 4 + 8 + 12. ശരിക്കും ഇതിനെ 4 കോമൺ ആയിട്ട് കൊടുത്താൽ 1 + 2 + 3 + etc 30 വരും. കാരണം ആദ്യത്തെ 30 ടേമിൻ്റെ 4ൻ്റെ മൾട്ടിപ്പിൾ വെച്ച് ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. 465 ആണ്. സോ 465 4 ചെയ്താൽ മതി. അല്ലാതെ ചെയ്ത കുട്ടികൾക്ക് മാർക്ക് കിട്ടും, പക്ഷെ അവർക്ക് സമയം പോയിട്ടുണ്ടാവും. അടുത്ത ഈ കാണുന്ന 4ൻ്റെ മൾട്ടിപ്പിളിനോട് 1 ആഡ് ചെയ്തിട്ടുള്ള ടേമാണ്. സോ ഈ കാണുന്ന അരിത്മെറ്റിക്സിനോട് എല്ലാത്തിലും 1 ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 30 എണ്ണത്തിൽ 1 ആഡ് ചെയ്താൽ 30 അധികം വരും. അപ്പോൾ ഈ കാണുന്ന ആൻസറിനോട് ഒരു 30 കൂട്ടിയ ആൻസറായി. ബുദ്ധി ഉപയോഗിച്ചാൽ മതി, അങ്ങനെ അപ്പോൾ ഈസി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് സമയം തികയാതെ വരുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 100 അടിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. 11 13 15ൻ്റെ ഓൾജിബ്രായിക് ഫോമിൻ്റെ സമ്മ്, അതിൻ്റെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുകയും ചെയ്യും. അപ്പോൾ 11 13 15ൻ്റെ d നമുക്കറിയാം, d/2 അറിയാം. d/2ൻ്റെ കൂടെ n² എഴുതാം. അപ്പോൾ n² + f - d/2 അപ്പോൾ 10n കിട്ടും. സോ ഈ സമ്മ് 600 ആവണമെങ്കിൽ ആസ് യൂഷ്വൽ മെത്തേഡ് സ്ക്വയർ കംപ്ലീഷൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. അടുത്ത ചോദ്യം നിങ്ങൾക്ക് സംഭവം സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടേണ്ട ഒരു കാര്യമാണ്. ഒരു അക്ഷരം മാറിയത് കൊണ്ട് കുട്ടിക്ക് ഉത്തരം കിട്ടാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ആ കാണുന്നത്. ഇത് ശരിക്കും ആഡ് നമ്പർ അല്ല, പ്രോബിലിറ്റി ഓഫ് ഓഡ് നമ്പർ ആണ് കേട്ടോ, ഓഡ്. അപ്പോൾ ഇത് ശരിക്കും ഓടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതിയില്ലെങ്കിലും മാർക്ക് തരണം. ടീച്ചർ തന്നില്ലേ ചോദിച്ച് തന്നെ വാങ്ങണം. ആഡ് അല്ല, ഓടാണ്. അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് 80 ഒന്ന് കുറച്ച് 79 കാരണം ഇത് കുട്ടിക്ക് തെറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടില്ല. നിങ്ങളുടെ സമയം ഒരുപാട് പോയിട്ടുണ്ടാവും. ഈവൻ ഞാൻ തന്നെ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ ഒരുപാട് സമയം പോയിട്ടുണ്ട്. സോ ഓക്ക് പകരം എ വന്നതുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം ശരിക്കും നോക്കുമ്പോൾ 1 3 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 1 3 കറക്റ്റ് ആണ് വരുന്നത്. 1 and 3 are കറക്റ്റ്. ഓപ്ഷൻ ബി. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ 4/6 ആണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 5 ആണ്. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് രാവിലെയും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ 1 2 3 4 5 ഇത് 5/1 2 4 6 8 10 5/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആണ്. ഓക്കെ, 3 2 5 2 4 6 8 10. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ്
ടു വിൻ എ പ്ലേയിങ് ഇൻ ദ ഫസ്റ്റ് ഗെയിം ബോർഡ്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് 5/2 ആണ്, സോറി 5/10, ദാറ്റ് ഈസ് ഇക്വൽ ടു 0.5 ആണ്. പ്ലേയിങ് വിത്ത് വിച്ച് ഗെയിം ബോർഡ് ഗിവ്സ് ബെറ്റർ ചാൻസ്. ഇവിടെ നോക്കിയാൽ കാണും 1, 2, 3, 4, 5, 6, 7 എണ്ണം, മൊത്തത്തിൽ 7/15 കിട്ടും. നമുക്കറിയാം 7/15 പറഞ്ഞാൽ 1/2 ചെറുതാണ്. ഓക്കെ, സോ 1/2 ആണ് ഫസ്റ്റത്താണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അത് ചെറുതാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഇതിനെ 1/2 ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സോ ഇത് 7/15. അപ്പോൾ ഇത് തമ്മിൽ ഗുണിച്ച് നോക്കാം. 15 × 1 15, 2 × 7 14. അപ്പം ഇവിടെ ഉള്ളതാണ് ഏറ്റവും വലിയ നമ്പർ. സോ 1/2 ആണ് ഏറ്റവും വലുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സെയിം ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ കിട്ടാനുള്ള ചാൻസ് 60/360. ദാറ്റ് ഈസ് 1/6 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 1/6. രണ്ടാമത്തത് 4/9 ആണ് എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞത്. നമുക്കറിയാം മൊത്തം 360 വരും. അതുകൊണ്ട് ഇതിനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 9 നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 360 ആവും? 9 × 40. 9 × 40 എന്നാൽ 360. സോ ഇവിടെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 4 × 40 160, 160/360. അപ്പോൾ ഇത് 160 ആണ്. അപ്പോൾ 160/360. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 160 ഡിഗ്രിയാണ്. ആൻഡ് വാട്ട് ഈസ് ദ പ്ലോട്ട് ഓഫ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. ഷെയ്ഡഡ് റീജിയനിൽ കിട്ടാനുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇത് 60, ഇത് 120 ആണ്. 160, അപ്പോൾ 220 വരും. സോ ഈ കാണുന്ന ആംഗിൾ 140. സോ 140/360 ആണ് ഇതിൻ്റെ ആൻസർ വരിക. 140/360, ദാറ്റ് ഈസ് 14/36. ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ 7/18 എന്ന് എഴുതാം. നിർബന്ധമല്ല, നിങ്ങൾ ഐഡിയ പോലെ ചെയ്തു. 7/18. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. വളരെ സിമ്പിൾ ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് 30 താഴെ കുറച്ചധികം ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 30 താഴെയുള്ള 2 ഡിജിറ്റ് നമ്പർ ഇതാൻ പറഞ്ഞിട്ടുണ്ട്. 30 അതിൽ പറ്റില്ല. അപ്പോൾ 30 താഴെ 2 ഡിജിറ്റ് നമ്പർ 10 മുതൽ 29 വരെയാണ്. 10 മുതൽ 29 വരെ എത്ര ടേം ഉണ്ട്? xn - x1/d + 1. 29 10 കുറച്ചാൽ 19, 19 + 1 20 പദങ്ങളുണ്ട്. സോ ടോട്ടൽ നമ്പർ 20 ആണ്. ഈ കാണുന്ന 20 പദങ്ങളിൽ, അതായത് 10, 11, 12 മുതൽ 29 വരെയുള്ള പദങ്ങളിൽ 5ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ഉള്ളത്? 5 പറ്റൂല, 10 പറ്റും. 10, 15, 20, 25, 30 പറ്റുമോ? ഇല്ല. അപ്പം 4 എണ്ണം. സോ 4/20 = 1/5 എന്ന് എഴുതാം. അത് റൈറ്റ് ദ ഡെസിമൽ ഫോം ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദി ഡിജിറ്റ് ബീയിങ് 5. സം 5 ആവാം. അപ്പോൾ 1 പറ്റൂല, 1 0 പറ്റില്ല, 1 2 പറ്റൂല, 1 3 പറ്റൂല, 1 4 പറ്റും, 1 4 പറ്റും, 14 പറ്റും, 15 പറ്റില്ല, 16 പറ്റില്ല, 17 പറ്റൂല, 18 19 21 പറ്റൂല, 21 പറ്റില്ല, 22 പറ്റൂല, 23 പറ്റും, 24 പറ്റൂല, 25 പറ്റൂല. ഒക്കെ കൂട്ടിയാൽ 5നേക്കാൾ കൂടുതലാണ് വരാം. സോ 2 നമ്പറേ ഉള്ളൂ. സോ 2/20, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10. അടുത്തത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദി ഡിജിറ്റ്സ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ. കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. 1 4 9 16. അപ്പോൾ 1 0 പറ്റും അല്ലേ? അടുത്തത് 1 0 കഴിഞ്ഞാൽ 1 3 പറ്റും, 13 പറ്റും. 1 3 കൂട്ടിയാൽ 14 ആണ്. പിന്നെ 22 പറ്റും. പിന്നെ 1 8 പറ്റും, 18 പറ്റും. പിന്നെ എന്താ പറ്റുമോ? 18. പിന്നെ എന്താണുള്ളത്? പിന്നെ 1 8 9 16 കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ? 2 9. ഏറ്റവും വലിയ നമ്പർ 2 9 പറ്റില്ല, 11 പറ്റുള്ളൂ. സോ 16 കിട്ടുന്ന വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോ? 16 അല്ല 9 കിട്ടുന്ന 72 പറ്റൂല, 1 8 പറ്റും, 2 7 പറ്റും, 27 പറ്റും, 9 ആണ്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. 72 പറ്റൂല. ഓക്കെ, 1 2 3 4 5 നമ്പർ ഉണ്ട്. സോ 5/20. ഞാനിതിൽ എഴുതിയ 1/4. ഞാനിതിൽ എഴുതിയാൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആൻസർക്ക് എഴുതിയാൽ ഒന്ന് പറഞ്ഞത് 5/20 അല്ലേ? ത്രീ ബൈ ആണ് ഞാൻ എഴുതിയത്. 3/, അല്ല. 27 ഉണ്ട്, 27 ഉണ്ട്, 11 ഉണ്ട്, 10. ഇതും പറ്റും. അപ്പം 5/20 ആണ് കേട്ടോ. 5/20. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് വളരെ രസകരമായുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ പോകുന്നത്. 19 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. 20ാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 20ാമത്തെ ക്വസ്റ്റ്യൻ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് 2.5 മണിക്കൂർ തികച്ച് വേണ്ടി വരും കേട്ടോ. ഒരു പാത്രത്തിൽ 10 ബ്ലാക്കും ഉണ്ട്, 15 വൈറ്റും ഉണ്ട്. ഇതെന്താണ്? ടോട്ടൽ പെയർ. അതായത് നമ്മൾ അത്രയും ഉറപ്പിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പേയേഴ്സിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട്. സോ ജോഡികൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എങ്ങനെ വന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. അതിൻ്റെ ആൻസർക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് 10 ഈ ക്ലാസ്സിൽ മൊത്തം 25 കുട്ടികളും ഇവിടെ 40 കുട്ടികളുണ്ട്. ടോട്ടൽ ജോഡി 500 ആണ്. 2 ബോയ്സ് ആവാനുള്ള ചാൻസ് 10 × 15 150 ആണ്. 150/500. അടുത്തത് 500 നിന്ന് 150 കുറയ്ക്കുക. അതായത് അറ്റ്ലീസ്റ്റ് 1 ഗേൾ അല്ലേ? ഗേൾ കിട്ടാനുള്ള ചാൻസ് അല്ലെ? വൈറ്റ്, അറ്റ്ലീസ്റ്റ് 1 വൈറ്റ്. അപ്പം ടോട്ടലിൽ നിന്ന് 150 കുറയ്ക്കാൻ കിട്ടുന്ന ആൻസർ. ആൻഡ് അടുത്തത് 1 ബോയും 1 ഗേളും, അല്ലെങ്കിൽ 1 ബ്ലാക്കും 1 വൈറ്റും. സോ
ഇത് ഇൻറ്റു 10 ഇൻറ്റു 25 പ്ലസ് 15 ഇൻറ്റു 15 ഡിവൈഡ് ബൈ ടോട്ടൽ. അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്കാണ്. ഞാൻ 100% ഷുവർ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. പെയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ വരുന്നത് സർക്കിൾസിലേക്കാണ്. നല്ല രസമുള്ള കുറേ ക്വസ്റ്റ്യൻസ് സർക്കിൾസിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആണ് ഇവിടെ വരിക. അത് ഇവിടെ കറക്റ്റ് ആണ്, പക്ഷേ ഇത് ടോട്ടൽ 180 കിട്ടണം. അപ്പോൾ ഈ കാണുന്നത് 50 80 കൂട്ടിയാൽ 180 കിട്ടില്ല. ഈ കാണുന്നത് 110ൻ്റെ പകുതിയാണ് 55, പക്ഷേ ഇത് 70 കൂട്ടിയാൽ 180 കിട്ടില്ല. 110ൻ്റെ പകുതിയാണ് 55, ഇത് 125 ആണ്. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന രണ്ട് ആംഗിളും ഈക്വൽ ആണ്, കറക്റ്റ് ആണ്. ആൻഡ് ഈ കാണുന്ന സെൻട്രൽ ആംഗിൾ ആണ്, സോറി സെക്ടാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി ആണ്, സെമി സർക്കിൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ റീസൺ അല്ല ഇതിൻ്റെ റീസൺ. സോ എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? രണ്ടും ശരിയാണ്. ആൻഡ് 2 ഈസ് ദ റീസൺ ഫോർ, അല്ല രണ്ടും ശരിയാണ്, പക്ഷേ രണ്ടാമത്തെ എന്തല്ല, റീസൺ അല്ല എന്നാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, സിമ്പിൾ ആണ്. ഈ കാണുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 130 ആണ് തന്നിട്ടുണ്ട്. 130 തന്നിട്ട് ബാക്കി ആംഗിൾ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ചോദിച്ചത്. നോക്കിക്കോ, ഈ കാണുന്ന ആംഗിൾ 130 ആണ് മക്കളെ. ഇത് 130 ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് 65 ആണ്. ആൻഡ് ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ഇത് 65 ആയതുകൊണ്ട് ഇത് 25 എന്ന് എഴുതാം. ഇത് 25 ആണെങ്കിൽ ഇത് 25 എന്ന് എഴുതാം. ഇത് 25 ആണെങ്കിൽ ഇത് സൈക്ലിക് കോട്ടിലാറ്റലാണ്. ഇനി അല്ലെങ്കിൽ ഇത് എഴുതണമെന്നില്ല, ചക്രീയ ചതുർഭുജം സൈക്ലിക്. അപ്പോൾ ഇത് 25 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. 155 പ്ലസ് 25 ദാറ്റ് ഈസ് 180 ആണ്. സോ ഈ കാണുന്ന എല്ലാ ആംഗിളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി അല്ലെങ്കിൽ ഇത് 130 ആണ്, ഈ കാണുന്ന ആംഗിൾ 50 ആണ്, ഇതിൻ്റെ പകുതിയാണ് 25. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഈ കാണുന്ന ആംഗിൾ PQR 70 ആണ് തന്നിട്ടുണ്ട്. സോ ഇത് 70 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 140 ആണ്. അടുത്തൊരു സർക്കിളിൻ്റെ ഈ കാണുന്ന ഭാഗത്തുള്ള ആംഗിൾ 140 ആണെങ്കിൽ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ 180 കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇത് 40 ആണ്. ഇതിൻ്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ വരിക, 80 ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 3, 4, 5 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് കുറച്ചൊരു ചില കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടായുള്ളത്. കഴിഞ്ഞ വർഷം ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം ഇതുണ്ടോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷേ എന്നാലും ചെയ്യാൻ വളരെ സിമ്പിളാണ്. ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: സർക്കിൾ ഇസ് ഇന്റർസെക്ട് അറ്റ് എ ആൻഡ് ബി. AP ആൻഡ് AQ ആർ ഡയമീറ്റേഴ്സ് ഓഫ് ദി സർക്കിൾ. APയും AQയും ഇതിൻ്റെ വ്യാസങ്ങളാണ്. എന്നിട്ട് നമ്മളോട് പറയാണ് ഈ കാണുന്ന 3 പോയിന്റും ഓൺ ദി ലൈനാണ്, അല്ലെങ്കിൽ ഒരു വരയിലാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഒരു വര. ഓക്കെ, അപ്പോൾ മക്കളെ ഒരു വരയിലാണ് പ്രൂവ് ചെയ്യാൻ ഒരു പണിയില്ല. വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്, ഒരു സംശയമില്ലല്ലോ, കാരണം ഇതെന്താണ്, ഡയമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതിയിട്ട് ആംഗിൾ PBA = 90 ഡിഗ്രി ബിക്കോസ് AP ഡയമീറ്റർ, ഒരു സെൻറ്റൻസ് ചെയ്താൽ വ്യാസമാണ്. അടുത്തത് ആംഗിൾ ABQ = 90 ഡിഗ്രി ബിക്കോസ് AQ ഈസ് ഡയമീറ്റർ, വ്യാസം. അപ്പോൾ 2 ഡയമീറ്റർ വെച്ചുകൊണ്ട് ഇത് 90, ഇത് 90 ആണെന്ന് എഴുതാം. സോ ടോട്ടൽ 180 വന്നു. മക്കളെ ഒരു വരയുടെ ടോട്ടൽ ആംഗിൾ പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ ഈ കാണുന്ന വരയിൽ എത്ര പോയിന്റ് വേണമെങ്കിലും കൊണ്ടുവരാം. 3 പോയിന്റ് വേണമെങ്കിൽ കൊണ്ടുവരാം, എത്ര പോയിന്റ് കൊണ്ടുവരാം. സോ ഈ കാണുന്ന 3 പോയിന്റ് ഒരേ വരയിലാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ഇതിൻ്റെ ആംഗിൾ 180 ആവണം. അതായി. സെക്കൻഡ് കണ്ടീഷൻ 180 ആയാൽ മാത്രം മതിയോ? ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കാണുന്ന ആംഗിൾ, ഇതിപ്പോൾ ഒരു ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ വേറെ ആംഗിൾ, ഇത് തമ്മിൽ കൂട്ടിയാൽ 110ഉം ഇത് 70ഉം ആണ്. പക്ഷേ ഇത് വേറെ വേറെ സ്ഥലത്തുള്ള ആംഗിളാണ്. ഇത് ഒരേ വരയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരേ വരയിലാണെങ്കിൽ ഇവിടെ ഒരു കോമൺ പോയിന്റിൽ ഒന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ PBA എന്ന് പറയുന്ന ഈ ആംഗിളും QBA എന്ന് പറയുന്ന പോയിന്റും ഈ കാണുന്ന B എന്ന് പറയുന്നത് കോമൺ ആംഗിൾ ആണ്, അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. സോ B ഇസ് ദ കോമൺ പോയിന്റ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 സെന്റൻസ് ഉണ്ട്. B ഇസ് ദ കോമൺ പോയിന്റ്, സോ ഇറ്റ്സ് ഓൺ ദി സ്ട്രൈറ്റ് ലൈൻ. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ B കോമൺ പോയിന്റും ആണ്, ഈ കാണുന്ന ആംഗിൾ 180 ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്തായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. സംഭവം സിമ്പിളാണ്, പക്ഷേ പല കുട്ടികളും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക എല്ലാവരും. ഈ കാണുന്ന ചിത്രത്തിൽ കൃത്യമായിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രി എന്നും ഈ കാണുന്ന ആംഗിൾ 20 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഈ കാണുന്ന ആംഗിൾ എത്ര? അപ്പോൾ ഇത് 30 ആണ്, ഇത് 20 ആണ്, മൊത്തം 50. സോ ഈ കാണുന്ന ആംഗിൾ 130. ഇത് 130 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയ്ക്കും? 50 ആയിരിക്കും. ഇത് 50 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എത്രയ്ക്കും? 50. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആംഗിൾ DAB? നമുക്കറിയാം DAB എന്ന് പറഞ്ഞത് ഇത് സെൻട്രൽ കൂടി കടന്നു പോകുന്നത്, ഇത് 90 ആയിരിക്കും. സോ 90 50 എത്രയാണ്? 140. സോ അടുത്ത ABD എന്ന് പറഞ്ഞ ആംഗിൾ എത്ര? ഇത് ദാറ്റ് ഈസ് ഇക്വൽ ടു 40. കാരണം മൊത്തം 90 ആയതുകൊണ്ട് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. വളരെ ഇത് ഞാൻ ഇന്ന് രാവിലെയും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ മാരത്തോണിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇത് ജനറൽ ആയിട്ട് പ്രൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി അല്ലാതെ തന്നെയാണ് നിങ്ങൾ തന്നെ ഇന്ന് രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 30 ഡിഗ്രി വെച്ചിട്ടാണ്. സോ ഇതുപോലെ നിങ്ങൾ പെയറാക്കി ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാം. ഈ കാണുന്ന ആംഗിൾ 40 ഡിഗ്രി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് 40 ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 40 ആണ്. സോ ഇത് 40 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ 80 ആണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ കാണുന്ന ആംഗിൾ 50 ആണ്. ഇത് 50 ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, ഈ കാണുന്ന ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് അത് 50 ആയിരിക്കും.
സോറി അത് 100. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 100 കിട്ടി, ഈ കാണുന്ന ആംഗിൾ 40ൻ്റെ ഈ കാണുന്ന സെൻട്രൽ ആംഗിൾ 80 കിട്ടി. അപ്പോൾ 100 80 കൂട്ടി എത്ര? 180. ഇത് ഡിസ്കസ് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സൈലത്തിൻ്റെ ക്ലാസ് കണ്ട എല്ലാ കുട്ടികൾക്കും 5 മാർക്ക് ഷുവറാണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആംഗിൾ വരക്കാനുള്ളതാണ്. ഇത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 55ൻ്റെ നേരെ ഇരട്ടി എടുക്കുക, 62ൻ്റെ നേരെ ഇരട്ടി എടുക്കുക, എന്നിട്ട് വരക്കുക, ജോയിൻ ചെയ്യിപ്പിക്കുക, ഫുൾ മാർക്ക്. അതും 5 മാർക്കാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാണുന്ന ആൻസർ കീയിൽ പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കമൻറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാം. സോ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതുക. ഞാൻ ഉറപ്പിച്ച് പറയാണ്, ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് ഒരിക്കലും എക്സാം ടഫ് ആവില്ല. അത് ഗ്യാരണ്ടി. പ്രത്യേകിച്ച് സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്കും ഈ എക്സാം ടഫ് ആവില്ല. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കണ്ടാൽ പോരാ, ആദ്യം മുതലേ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ടും എളുപ്പമായിരിക്കും. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ പഠിക്കുന്ന കുട്ടിക്ക് A+ കിട്ടുന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനത്തെ കുട്ടിയാവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന സ്ക്രോൾ നിങ്ങൾ കണ്ടുകൊണ്ട് സൈലത്തിൻ്റെ അസ്ത്ര 3.0 ബാച്ച് ജോയിൻ ചെയ്യുക. വിഷു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് അറിയാത്ത കുട്ടികൾക്ക് എൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ. ഇപ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ പബ്ലിക് എക്സാം കേൾക്കണം.